വിലക്കപ്പെട്ട പ്രണയം ഭാഗം 2. ആമീ. ദൂരെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നവളെ പറമ്പിന്റെ ഇപ്പുറത്തറ്റത്ത് നിന്ന് അവർ വിളിച്ചു. കാർത്തു, ഞാൻ പോകുവാട്ടോ, ലതാമ്മ വിളിക്കുന്നുണ്ട്. ഇട്ടിരിക്കുന്ന വലിയ പാവാടയുടെ ഒരു വശം പൊക്കിപ്പിടിച്ച് അവൾ ഓടി. കളിച്ചോണ്ട് നിന്നിരുന്നത് കൊണ്ട് തന്നെ അവളുടെ ദേഹത്താകെ വിയർപ്പും പൊടിയും അഴുക്കും ഒക്കെ ആയിട്ടുണ്ട്. ലൈറ്റ് മഞ്ഞ നിറത്തിലുള്ള പാവാടയിൽ അവിടെ ഇവിടെയായി നിറയെ ചെളി പുരണ്ടിട്ടിരിക്കുകയാണ്. എന്താ ലതാമ്മേ? കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വിളിച്ചത് ആൾക്ക് ഇഷ്ടമായിട്ടില്ല. അതിൻ്റെ അനിഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അവൾ ചോദിച്ചുകൊണ്ട് അകത്തേക്ക് വന്നത്. എൻ്റെ മെക്കിട്ട് കയറാൻ നിൽക്കണ്ട നീ, സജീവൻ ചേട്ടൻ വന്നിട്ടുണ്ട്. അച്ഛ വന്നോ? അവളുടെ ശബ്ദം അല്പം ഉയർന്നു പോയി. ഉവ്വ് വന്നു. മീൻ ഇവിടെ കൊണ്ടു തന്നിട്ട് വീട്ടിലേക്ക് കുളിക്കാൻ പോയിട്ടുണ്ട്. അച്ഛ എന്താ നേരത്തെ വന്നത്? വൈകുമെന്നല്ലേ പറഞ്ഞത്? എന്തായാലും നേരത്തെ വന്നിട്ടുണ്ട്, വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ കളിക്കാൻ പോയിന്ന് പറഞ്ഞു കൊടുത്തോ? അവൾ ചുണ്ടു പിളർത്തി. ഉവ്വ്. നിന്റെ അച്ഛൻ പിന്നെ ആദ്യം അന്വേഷിക്കുക നിന്നെയല്ലേ? ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കളിക്കാൻ പോയിട്ടുണ്ടെന്ന്. അവരവളെ ദേഷ്യം പിടിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞു. അവൾ അവരെ ദേഷ്യത്തിൽ നോക്കി മുഖം വീർപ്പിച്ച് നിൽക്കുകയാണ്. ഓ, ഇങ്ങനെ വീർപ്പിച്ച് കൊട്ട പോലെ ആക്കണ്ട. ഇപ്പോൾ വീട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ ചേട്ടന് മനസ്സിലാകും നീ കളിച്ച് മെതിച്ച് വന്നതാണെന്ന്. അവരവളെ കളിയാക്കി. എനിക്ക് ലതാമ്മയെ ഇഷ്ടമല്ല, ഞാൻ വഴക്കാണ്. അവൾ അത് പറഞ്ഞ് അവരുടെ അടുത്ത് നിന്ന് വെട്ടിത്തിരിഞ്ഞോടി. അവളുടെ വഴക്കിട്ടുണ്ടുള്ള പോക്ക് കണ്ട് ലത ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. പമ്മി പമ്മി അവൾ വീടിൻ്റെ അകത്തേക്ക് കയറി. നോക്കുമ്പോൾ വീടിൻ്റെ ഉമ്മറത്തൊന്നും ആരെയും കാണുന്നില്ല. ഒരൊറ്റ നില വാർക്ക വീടാണ്. പിന്നെ മുകളിലേക്ക് സ്റ്റെപ്പ് റൂം മാത്രമുണ്ട്. വീടിൻ്റെ വാതിലും അടഞ്ഞു കിടക്കുന്നുണ്ട്. അച്ഛനപ്പോൾ പുറത്തെ ബാത്റൂമിലാവും കുളിക്കുക എന്നവൾ ഊഹിച്ചു. മെല്ലെ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ അവൾ നേരെ അകത്തേക്ക് കയറി. ശേഷം ഓടിപ്പോയി വേറൊരു നല്ല ഡ്രസ്സ് എടുത്ത് വേഗത്തിൽ കുളിക്കാൻ കയറി. വേഗം കുളിച്ചിറങ്ങുകയും ചെയ്തു. അച്ഛൻ വരുന്നതിന് മുൻപ് കുളിച്ചു കഴിഞ്ഞിറങ്ങണമല്ലോ. ഭാഗ്യത്തിന് കുളി കഴിഞ്ഞിറങ്ങുമ്പോഴും അച്ഛൻ ഇറങ്ങിയിട്ടില്ല. ഒന്നും അറിയാത്തതുപോലെ നേരെ പോയി വാതിൽക്കലിരുന്നു. ലതാമ്മ അച്ഛനോട് കളിക്കാൻ പോയെന്ന് പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞുവെങ്കിലും അങ്ങനെ ചെയ്യില്ലെന്ന് അവൾക്ക് ഉറപ്പാണ്. ആ, കളി കഴിഞ്ഞെത്തിയോ കാന്താരി? കുളിച്ചു കഴിഞ്ഞിറങ്ങിയപ്പോൾ അവളെ കണ്ടതും അച്ഛൻ ചോദിച്ചു. ഞാനതിന് കളിക്കാനൊന്നും പോയില്ലല്ലോ. അവൾ പറയുന്നത് കേട്ടതും അച്ഛൻ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ആരോടാ ഈ നുണ പറയുന്നത്? ലത പറഞ്ഞത് നീ വീടിനകത്തുണ്ടെന്നാണ്. പക്ഷേ അത് കള്ളാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ടടി കേമി. അച്ഛൻ അവളുടെ കവിളിൽ ഒന്ന് പിച്ചി. അവൾ അതിന് ഇളിച്ചു കാണിച്ചു. അച്ഛൻ എന്താ നേരത്തെ വന്നത്? വരാൻ വൈകുമെന്ന് പറഞ്ഞല്ലേ പോയത്? അത് ചോദിച്ചുകൊണ്ട് അവൾ അയാളുടെ കയ്യിൽ ചുറ്റിപ്പിടിച്ചു. ഇന്ന് ബോട്ട് നേരത്തെ കയറി. വലിയ ലാഭമൊന്നും ഉണ്ടായില്ല. വെളുപ്പിനിറങ്ങിയിട്ടും അധികം ഒന്നും കിട്ടാത്തത് കൊണ്ട് മടുപ്പായി. അതുകൊണ്ട് നേരത്തെ കരക്ക് കയറി. ആണോ? അച്ഛൻ വിഷമത്തോടെ പറഞ്ഞതും അവളും വിഷമത്തോടെ അയാളെ നോക്കി. ഇതാണ് 12 വയസ്സുള്ള ശിവാമി. അവളുടെ അച്ഛൻ സജീവൻ. ആൾക്ക് ബോട്ടിൽ മീൻ പിടിക്കാൻ പോകുന്നതാണ് ജോലി. പിന്നെ അച്ഛൻ്റെ അമ്മായിയുടെ മരുമകളാണ് ലത. അതായത് ആമിയുടെ അച്ഛൻ്റെ വകയിലെ ചേട്ടൻ്റെ ഭാര്യ. ചേട്ടൻ മരിച്ചു പോയതാണ്. ആമിയുടെ വീട്ടിൽ ആകെയുള്ളത് ആമിയും അച്ഛനും മാത്രമാണ്. അവളുടെ അമ്മ അവൾക്ക് 3 വയസ്സുള്ളപ്പോൾ വെള്ളത്തിൽ മുങ്ങി മരിച്ചു പോയതാണ്. ഒരിക്കൽ അച്ഛനും അമ്മയും ആമിയും കൂടെ യാത്ര പോയപ്പോൾ പുഴയിലെ വള്ളം മറിഞ്ഞതാണ്. അച്ഛനും ആമിയും എങ്ങനെയോ രക്ഷപ്പെട്ടുവെങ്കിലും അമ്മ മരിച്ചുപോയി. ലതയുടെ വീട്ടിലുള്ളത് അവരും അവരുടെ മകൻ ഋഷി, പിന്നെ അമ്മയും, അതായത് സജീവൻ്റെ അമ്മായി. അമ്മയില്ലാത്തത് കൊണ്ട് തന്നെ ലത അവൾക്ക് അമ്മയെപ്പോലെ തന്നെയാണ്. അവളുടെ എല്ലാ തല്ലുകൊള്ളിത്തരത്തിനും കൂട്ടു നിൽക്കുന്ന ആൾ ലതയാണ്. ഇന്ന് എൻ്റെ മോള് ആരുമായിട്ടാണ് പറമ്പിൽ അടിയുണ്ടാക്കിയത്? ഉമ്മറത്തെ തിണ്ണയിലിരുന്നു കൊണ്ട് അച്ഛൻ അവളോട് കുശലം ചോദിച്ചു. ഞാൻ ആരുമായിട്ടും വഴക്കൊന്നും ഉണ്ടാക്കിയില്ല അച്ഛേ. അവളിൽ നിഷ്കളങ്കത നിറഞ്ഞ ഭാവം. അച്ഛൻ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ഈ പറഞ്ഞത് നുണയാണല്ലോ ആമക്കുട്ടി. അച്ഛൻ അവളെ കളിയാക്കി വിളിക്കുന്നതാണ് ആമക്കുട്ടിന്ന്. അത് കേൾക്കുമ്പോൾ അച്ഛനും മോളും കീരിയും പാമ്പും പോലെയാവും. അച്ഛേ! അവളുടെ ദേഷ്യത്തോടെയുള്ള വിളി. എന്തോ? അയാൾ തിരികെ അതേ രീതിയിൽ കളിയായി വിളി കേട്ടു. അവൾ അയാളെ നോക്കി മുഖം വീർപ്പിച്ചു. പറയ്, ഇന്നത്തെ വിശേഷമൊക്കെ പറയ്, അച്ഛ കേൾക്കട്ടെ. അച്ഛൻ അവളെ എടുത്ത് മടിയിലേക്ക് ഇരുത്തി. ആമക്കുഞ്ഞെന്ന് അച്ഛൻ അവളെ വെറുതെ വിളിക്കുന്നതല്ല. ആമയുടെ അത്രയും പോലും കനവില്ല അവൾക്ക്. 7-ലായി എങ്കിലും ഇപ്പോഴും വല്ല 3-ലോ 4-ലോ ആണെന്നേ കണ്ടാ പറയൂ. ഇന്നെന്താ? രാവിലെ മുതൽ ഞാൻ ലതാമ്മയുടെ വീട്ടിലായിരുന്നു. അച്ഛൻ അത് പറഞ്ഞപ്പോൾ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അവൾക്കാണെങ്കിൽ എന്തോ ഒരു കള്ളത്തരം ചെയ്ത ഭാവം. ഋഷിയേട്ടൻ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയിരിക്കുക, അവൾ അടക്കി പറഞ്ഞു. അച്ഛൻ അവളെ കളിയാക്കി ചിരിച്ചു. വേറൊന്നുമല്ല, ആമയ്ക്ക് ഋഷിയെ പേടിയാണ്. അവൾക്ക് ആരെയെങ്കിലും കുറച്ചെങ്കിലും പേടിയുണ്ടെങ്കിൽ അത് അവനെ മാത്രമാണ്. എല്ലാവരും കൊഞ്ചിക്കുമ്പോൾ ഋഷി മാത്രമാണ് അവളോടൽപ്പം സ്റ്റിഫായിട്ട് നിൽക്കുന്നത്. അവനിപ്പോൾ ഡിഗ്രി 2nd ഇയർ പഠിക്കുകയാണ്. പിന്നെ ബാക്കി പറയ്. അച്ഛൻ അവൾ പറഞ്ഞു നിർത്തിയതും വീണ്ടും തുടർന്നു. പിന്നെ വൈകിട്ടായപ്പോൾ കാർത്തു വന്നു. അപ്പോൾ അവൾ വിളിച്ചുകൊണ്ട് ഞാൻ അവളുടെ കൂടെ കളിക്കാൻ പോയി. അവൾ കണ്ണുപൊത്തി. അമ്പടി കേമി, അപ്പോൾ നീ കളിക്കാൻ പോയി അല്ലേ? അച്ഛൻ അവളെ ഇക്കിളി കൂട്ടി. അവൾ കുലുങ്ങി ചിരിച്ചു. എന്നിട്ട് ഇന്ന് ഫുട്ബോൾ തന്നെ ആയിരുന്നോ? ഡ്രസ്സ് മുഴുവൻ ചളി തന്നെയാണോ? അച്ഛൻ അവളെ നോക്കി കപട ദേഷ്യത്തിൽ ചോദിച്ചു. ഇല്ലച്ചേ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. വീണ്ടും നിഷ്കളങ്ക ഭാവം.
അച്ഛൻ അവളെ എടുത്ത് അകത്തേക്ക് നടന്നു. അഴയിലിട്ടിരിക്കുന്ന അവളുടെ അഴുക്കായ ഡ്രസ്സൊന്ന് നോക്കി. ശേഷം അവളെയും. അവൾ അച്ഛൻ്റെ തോളിലേക്ക് മുഖം അമർത്തി കിടന്നു. പിന്നെ അച്ഛനെ തിരിഞ്ഞു നോക്കാനേ പോയില്ല. ഋഷിയോട് പറയട്ടെ, ഞാൻ കളിക്കാൻ പോയി ആകെ അഴുക്ക് പുരണ്ടാണ് വന്നതെന്ന്. അത് പറഞ്ഞതും അവൾ ഒന്നും മിണ്ടിയില്ല. അങ്ങനെ തന്നെ അനങ്ങാതെ കിടന്നു കളഞ്ഞു. ഇനിയൊന്നും മിണ്ടില്ലെന്ന് അച്ഛൻ അറിയാം. കാരണം ഋഷിയെ പേടിയാണല്ലോ. ചായ കുടിക്കാം. കുറച്ചു കഴിഞ്ഞ് അവളെ ഒന്ന് കുലുക്കിക്കൊണ്ട് അച്ഛൻ ചോദിച്ചു. അത് കേട്ടതും അവൾ എഴുന്നേറ്റ് നോക്കി അച്ഛനെ നോക്കി തലയാട്ടി. അവളെ എടുത്തുകൊണ്ട് അച്ഛൻ അടുക്കളയിലേക്ക് നടന്നു. അവളെ അടുക്കളയുടെ സ്ലാബിലിരുത്തിക്കൊണ്ട് അച്ഛൻ ചായ ഉണ്ടാക്കി. കൂടെ കഴിക്കാൻ പണിക്ക് പോയി വന്നപ്പോൾ നല്ല പഴംപൊരിയും കൊണ്ടുവന്നിരുന്നു. രണ്ടുപേരും ഉമ്മറത്തിരുന്ന് ചായയും കടിയും ഒക്കെ കഴിച്ചു. പെട്ടെന്ന് ദൂരെ നിന്ന് സൈക്കിളിന്റെ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടു. ഋഷിയാണ്. അച്ഛൻ കൂടെയുള്ളത് കൊണ്ട് തന്നെ ആമി വലിയ ആളെ പോലെ അവിടെ തന്നെ ഇരുന്നു. ഋഷി നേരെ സൈക്കിള് ആമിയുടെ വീട്ടിലേക്ക് കയറ്റി. ഇന്നാടി ചോക്ലേറ്റ്. അവൻ പാൻറിന്റെ പോക്കറ്റിൽ നിന്ന് ചോക്ലേറ്റ് എടുത്ത് അവളുടെ നേരെ നീട്ടി. ആമി അച്ഛൻ്റെ അടുത്ത് നിന്ന് ഓടിപ്പോയത് വാങ്ങി. തിരികെ ഓടി വന്ന് അച്ഛൻ്റെ അരികിലേക്ക് തന്നെ ഇരുന്നു. അച്ഛൻ അവനെ കണ്ടതും അവനോട് പറയട്ടെ എന്ന രീതിയിൽ അവളെ നോക്കി കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. ആമിയാണെങ്കിൽ വേണ്ടെന്ന രീതിയിൽ പേടിയോടെ തലയാട്ടി. എന്താണ്, ഇന്നും പ്രശ്നം ഉണ്ടാക്കിയോ? അച്ഛൻ്റെയും മോളുടെയും ഈ കണ്ണുകൊണ്ടുള്ള കഥകളി കണ്ടതും ഋഷി കാര്യം തിരക്കി. ഏയ് ഇല്ല ഋഷിക്കുട്ട, എൻ്റെ കുട്ടിയൊന്നും ചെയ്തില്ല. അച്ഛൻ തമാശ പോലെ അവനെ നോക്കി ചിരിയോടെ കണ്ണു ചിമ്മി. രാത്രി ഇനി ചോക്ലേറ്റ് കഴിക്കേണ്ട കേട്ടോ, നാളെ രാവിലെ കഴിച്ചാൽ മതി. ഋഷി അവളോട് ഗൗരവത്തിൽ പറഞ്ഞതും അവൾ അനുസരണയുള്ള കുട്ടികളെ പോലെ അവനെ നോക്കി തലയാട്ടി. അത് പറഞ്ഞ് ഋഷി നേരെ വീട്ടിലേക്ക് പോയി. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് അച്ഛനെ അടുക്കളയിൽ സഹായിച്ചുമൊക്കെ പാത്തും പതുങ്ങിയും നിൽക്കുകയാണ് ആമി. അച്ഛേ, ഋഷിയേട്ടൻ തന്ന മിഠായി ഞാൻ കഴിച്ചോട്ടെ? കുറച്ചു കഴിഞ്ഞതും അവളുടെ കൊഞ്ചിക്കൊണ്ടുള്ള ചോദ്യം. ഋഷി മിഠായി തന്നപ്പോൾ എന്താ പറഞ്ഞത്? ഇപ്പോൾ മിഠായി കഴിക്കരുതെന്ന് പറഞ്ഞില്ലേ? അച്ഛൻ തിരികെ അവളെ കൊഞ്ചിച്ചു. ആമി അത് കേട്ടതും തലയാട്ടി. രാത്രി മിഠായി കഴിച്ചാൽ പല്ല് കേടാവും, അതല്ലേ കഴിക്കരുതെന്ന് പറഞ്ഞത്. നാളെ രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം കേട്ടോ. അച്ഛൻ അവളെ പറഞ്ഞു മനസ്സിലാക്കി. കുഞ്ഞാമി അത് കേട്ട് തലയാട്ടി സമ്മതിച്ചു. 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിലും ആമി ഇപ്പോഴും എല്ലാവർക്കും കുഞ്ഞാണ്. അതിൻ്റെ കുറച്ച് കൊഞ്ചല് അവളുടെ സംസാരത്തിലുണ്ട്. അച്ഛൻ്റെ കുഞ്ഞാണ് എപ്പോഴും. 3 വയസ്സ് മുതൽ അവളെ അച്ഛൻ മാത്രമാണ് നോക്കിയിരിക്കുന്നത്. ഭാര്യ മരിച്ച് 3 വയസ്സ് മാത്രം പ്രായമുള്ള കൈക്കുഞ്ഞുമായിട്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ നാട്ടിലും വീട്ടിലുമുള്ള ഒരുപാട് പേര് അയാളോട് മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാനും വേറെ വിവാഹം ചെയ്യാനും ഒക്കെ പറഞ്ഞതാണ്. പക്ഷേ ഇനി വരുന്ന സ്ത്രീകൾ തൻ്റെ കുഞ്ഞിനെ എങ്ങനെ നോക്കും എന്നൊക്കെ പറഞ്ഞ് വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ആമി ഒരാൾക്ക് വേണ്ടി മാത്രം അയാളുടെ ജീവിതം തന്നെ മാറ്റിവെച്ചു. ആമിയുടെ അമ്മ മരിക്കുന്നതിന് മുൻപ് വരെ അച്ഛൻ ഭയങ്കര കുടിയൊക്കെ ആയിരുന്നു, പ്രശ്നമായിരുന്നു. എങ്കിലും അങ്ങനെയൊരു സംഭവത്തിനു ശേഷം ആമി മാത്രമായിരുന്നു അയാളുടെ ലോകം. ജോലിക്ക് പോകുന്ന സമയം അവളെ ലതയുടെ വീട്ടിലാക്കും. വേറൊരിടത്തും വിശ്വസിച്ച് ഏൽപ്പിച്ച് പോകാൻ സ്ഥലമില്ലാത്തത് കൊണ്ടാണ്. അമ്മ മരിക്കുമ്പോൾ വെറും 3 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന അവൾക്ക് ഇന്ന് 12 വയസ്സ് കഴിഞ്ഞു. 10 വർഷങ്ങൾ അച്ഛനും മകളും മാത്രം. അതിലൊരിക്കൽ പോലും അമ്മയില്ലെന്നൊരു കുറവ് അദ്ദേഹം അവളെ അറിയിച്ചിട്ട് പോലുമില്ല. പിറ്റേ ദിവസം പതിവ് പോലെ സജീവൻ ജോലിക്ക് പോയി. ആമി ലതയുടെ വീട്ടിലാണ്. ഋഷി പുറത്തേക്ക് എവിടെയോ പോയിരിക്കുകയാണ്. അടുക്കളയിൽ ജോലി ചെയ്യുന്ന ലതയെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് ആമി. പെട്ടെന്ന് വീടിന്റെ മുറ്റത്ത് നിന്ന് ആരോ വിളിക്കുന്ന ശബ്ദം കേട്ട് ലത അങ്ങോട്ട് പോയി. ആരാ ലതാമ്മേ എന്ന് ചോദിച്ച് ആമിയും അവരുടെ പിന്നാലെ ചെന്നു. അമ്പലത്തിൽ നിന്നുള്ളവരാണ് ആമിക്കുട്ടി. ഉത്സവം ആവാനായില്ലേ? അമ്പലത്തിൽ നിന്ന് വന്നവർക്കുള്ള പിരിവ് കൊടുത്ത് അകത്തേക്ക് കയറിക്കൊണ്ട് ലത അവളോട് പറഞ്ഞു. അവരെന്തിനാ എല്ലാ വീട്ടിലും വരുന്നത്? പിരിവ് വാങ്ങാൻ. അമ്പലത്തിലേക്ക് പരിപാടിയൊക്കെ നടത്താൻ ഒത്തിരി പൈസ വേണ്ടതല്ലേ? ആനയൊക്കെ കൊണ്ടുവരണ്ടേ? അതിന് പൈസ ആവശ്യമാണ്. അതിന് പൈസ വാങ്ങാൻ വേണ്ടി വരുന്നതാണ്. ലതാമ്മ പറഞ്ഞതും എല്ലാം മനസ്സിലായി എന്ന പോലെ അവൾ തലയാട്ടി. അടുക്കളയുടെ സ്ലാബിലേക്ക് അവൾ കയറിയിരുന്ന് 2 പേരും കൂടി ഓരോരോ വിശേഷങ്ങൾ പറഞ്ഞിരുന്നു. ഇടയ്ക്ക് അടുക്കളയിലെ ജോലികളിൽ ലതയെ അവൾ സഹായിക്കുകയും ചെയ്തു. അങ്ങനെ ലതാമ്മയും മോളും കൂടി ഓരോന്ന് സംസാരിച്ചും അടുക്കളയിലെ ജോലിയൊക്കെ ചെയ്തു നിൽക്കുന്ന സമയത്ത് പെട്ടെന്നാണ് പുറത്ത് സൈക്കിളിന്റെ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടത്. വേഗത്തിൽ തന്നെ സ്ലാബിന്റെ പുറത്തു നിന്ന് ആമി ചാടിയിറങ്ങി. വന്നിരിക്കുന്നത് ഋഷിയാണ്. അവന്റെ സൈക്കിളിന്റെ ബെല്ലിന്റെ ശബ്ദം അവൾക്ക് കാണാപ്പാടാണ്. ഋഷി എന്തെങ്കിലും മിഠായി കൊണ്ടുവരുമെന്ന് അവൾക്ക് ഉറപ്പാണ്. അവൻ പുറത്തേക്ക് പോയി വരുമ്പോൾ എപ്പോഴും ഇങ്ങനെ വാങ്ങിക്കൊണ്ടുവരാറുള്ളത് കൊണ്ട് തന്നെ അത് വാങ്ങാൻ വേണ്ടി അവൾ വേഗത്തിൽ ഓടി. അവനെ ചെറിയ രീതിയിൽ ആമിക്ക് പേടിയൊക്കെ ഉണ്ടെങ്കിലും ആമിക്ക് അവനോട് വല്ലാത്ത സ്നേഹമാണ്. അവനും തിരികെ അങ്ങനെ തന്നെയാണ്. എല്ലാവരും കൊഞ്ചിച്ച് വഷളാക്കിയത് കൊണ്ട് തന്നെ ആരെങ്കിലും ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി വേണ്ടേ എന്ന് കരുതിയാണ് ഋഷി അങ്ങനെ അവളെ പേടിപ്പിച്ച് നിൽക്കുന്നത്. എങ്കിലും അവസരം കിട്ടുമ്പോൾ ആമി അവൻ്റെ തലയിലും കയറും. ശരിക്കൊരു ജ്യേഷ്ഠനും അനിയത്തിയും തമ്മിലുള്ള ബന്ധമാണ് 2 പേർക്കും ഇടയിലുള്ളത്. അടുക്കളയിൽ നിന്നിറങ്ങിയപ്പോൾ തന്നെ കണ്ടു ഋഷിയെയും കൂടെയുള്ള അവൻ്റെ കൂട്ടുകാരനെയും. വേഗത്തിൽ അവൾ ഓടി വരാന്തയിലേക്കെത്തി. പടികൾ ഓടിയിറങ്ങി. ആമി സൂക്ഷിച്ച്! ഋഷി പറയുന്നതിന് മുന്നേ തന്നെ പാവാടയിൽ തട്ടി അവൾ സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് വീണിരുന്നു. സൈക്കിൾ അവിടെ ഇട്ടുകൊണ്ട് ഋഷി നേരെ അവളുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു. പക്ഷേ അപ്പോഴേക്കും അവളുടെ മുഖമാകെ ചോര കൊണ്ട് നിറഞ്ഞിരുന്നു.
ഉടനെ തന്നെ അവളെ ലതയും ഋഷിയും ചേർന്ന് ഓട്ടോറിക്ഷയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എനിക്കൊന്നുമില്ല ലതാമ്മേ, അച്ഛനോട് പറയണ്ടാട്ടോ. ആശുപത്രിയിൽ കിടക്കുകയാണ് ആമി. നെറ്റിയിൽ പുരികത്തിനിടയിലായിട്ട് പൊട്ടിയിരുന്നു. 3 സ്റ്റിച്ചിട്ടിട്ടുണ്ട്. അതൊക്കെ ഇട്ട് കഴിഞ്ഞ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞ് കിടത്തിയിരിക്കുകയാണ്. അവൾ അങ്ങനെ പറഞ്ഞപ്പോഴും ലത അവളെ വിഷമത്തോടെ നോക്കിയിരിക്കുകയാണ്. അവൾ സ്വയം ഓടിയത് കാരണമാണെങ്കിൽ പോലും താൻ അവളെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അവൾ അങ്ങനെ വീണത് എന്നൊരു ചിന്ത അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. ആമി അങ്ങനെ പറഞ്ഞുവെങ്കിലും സജീവൻ വരുമ്പോൾ എന്തായാലും ഇത് കാണുമ്പോൾ എന്തെങ്കിലും ചോദിക്കാതിരിക്കില്ല എന്നവർക്ക് ഉറപ്പായിരുന്നു. ലതാമ്മ എന്താ ഒന്നും മിണ്ടാത്തത്? അങ്ങനെ ഓരോന്ന് ആലോചിച്ചിരുന്ന സമയത്താണ് വീണ്ടും അവൾ വിളിച്ചത്. അത് ചോദിച്ച അതേ സമയം തന്നെ വാതിൽ തുറന്ന് ആരോ കയറി വന്നു. ഋഷിയാണ്. അവനെ കണ്ടതും അവൾക്കൊരു നിമിഷം ഒന്ന് പേടി തോന്നി. കാരണം അകത്തുനിന്ന് താൻ ഓടി വരുന്നത് കണ്ടപ്പോൾ തന്നെ അവൻ സൂക്ഷിച്ചു വരാൻ പറഞ്ഞതാണ്. പക്ഷേ താനത് ശ്രദ്ധിച്ചതുപോലുമില്ല. മിഠായി കിട്ടണം എന്നൊരാഗ്രഹത്തിൽ വേഗത്തിൽ ഓടി വന്നപ്പോഴാണ് പാവാടയിൽ തടഞ്ഞു വീണത്. പരമാവധി അവനെ നോക്കാതെ അവൾ കഴിച്ചു കൂട്ടിയെങ്കിലും ഇടയ്ക്ക് അവളുടെ നോട്ടം അവൻ്റെ നേർക്ക് വീണതും കാണുന്നത് തന്നെ ഗൗരവത്തിലും അതിലുപരി ദേഷ്യത്തിലും നോക്കിയിരിക്കുന്നവനെയാണ്. സൂക്ഷിച്ചു വാന്ന് ഞാൻ പറഞ്ഞതാണ്, കേട്ടില്ല. അവൾ തന്നെ നോക്കുന്നത് കണ്ടതും അവൻ അവളോട് അല്പം പരുക്കമായി തന്നെയാണ് സംസാരിച്ചത്. അത് കേട്ടതും അവൾ അവനെ ചുണ്ടു പിളർത്തി നോക്കി. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അവൻ പുറത്തേക്കിറങ്ങി. അധികം വൈകാതെ അവളെ വീട്ടിലേക്ക് വിട്ടിരുന്നു. അതൊക്കെ പോട്ടെ, ഇനി അച്ഛ വരുമ്പോൾ ഇത് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയും ആമിക്കുട്ടി? അവൾക്ക് കഞ്ഞി കോരി കൊടുക്കുന്നതിനിടയിൽ ലത അവളോട് ചോദിച്ചു. അതിനവൾ ഒന്നും മിണ്ടാതെ അവനെ നോക്കി ചുണ്ടു പിളർത്തി കാണിച്ചു. ആമി! വാതിൽ തുറന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ അവളെ വിളിച്ചുകൊണ്ടാണ് സജീവൻ അകത്തേക്ക് വന്നത്. എന്താ എൻ്റെ കുഞ്ഞിനെന്താ പറ്റിയത്? ഇട്ടിരുന്ന വേഷം പോലും മാറാതെ അയാൾ അകത്തേക്ക് ഓടിക്കയറി. കയറിയപ്പോൾ തന്നെ കട്ടിലിൽ കിടക്കുന്ന ആമിയെ അയാൾ കണ്ടിരുന്നു. അവളുടെ അവശയായിട്ടുള്ള കിടപ്പ് കണ്ട് അയാളുടെ ഉള്ളൊന്ന് ആളി. കണ്ണുകളൊന്ന് കലങ്ങിപ്പോയി. തൻ്റെ മകൾ ആകെ ക്ഷീണിച്ചു പോയിരിക്കുന്നത് പോലെ തോന്നി. അച്ഛേ! അയാളെ കണ്ടതും പെട്ടെന്ന് ആമയ്ക്ക് സങ്കടം വന്നു. അവൾ വിതുമ്പിപ്പോയി. അച്ഛ കുളിച്ചിട്ട് വേഗം വരാം എന്ന് പറഞ്ഞ് അയാൾ പുറത്തേക്കിറങ്ങി. വേഗത്തിൽ കുളിച്ചു വൃത്തിയായി അയാൾ അവളുടെ അടുത്തേക്ക് ഓടുകയായിരുന്നു. കുളി കഴിഞ്ഞിറങ്ങി ഓടി വന്നവളെ അയാൾ വാരിയെടുത്തു. അച്ഛൻ്റെ തോളിലേക്ക് കിടന്ന് അവളൊന്ന് തേങ്ങി. എന്തു പറ്റിയതാ ലതേ? ഓടിയതാണേട്ടാ. ഋഷി വന്നപ്പോൾ ഓടിപ്പോയി മിഠായി വാങ്ങാൻ പോയതാണ്. പക്ഷേ പടിയിൽ തട്ടി വീണു. നെറ്റി മുറിഞ്ഞ് 3 സ്റ്റിച്ചുണ്ട്. ലത കാര്യം പറഞ്ഞതും അയാൾ തൻ്റെ തോളിൽ കിടക്കുന്നവളെ ഉയർത്തി നെറ്റിയിൽ കെട്ടിവെച്ചിരിക്കുന്നതിലേക്ക് നോക്കി. ചെറിയ മുറിവാണെങ്കിൽ പോലും അത്യാവശ്യം വലിയ രീതിയിൽ തന്നെയുണ്ട്. അവളുടെ മുറിവ് അയാളുടെ ദേഹത്താണ് എന്ന പോലെയാണ് അയാൾക്ക് വേദനിച്ചത്. മുറിവ് സ്റ്റിച്ചെടുക്കുന്നത് വരെ ജോലിക്ക് പോലും പോകാതെ അവളെ താഴ്ത്തും തറയിലും വെക്കാതെയാണ് അയാൾ നോക്കിയത്. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.